MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് അതെ, അതാ പറഞ്ഞത്. എല്ലാ കാര്യത്തിലും മാറി നിൽക്കണം എന്ന് പറഞ്ഞത് എല്ലാം അതിൽ വരും. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ബ്രിട്ടാസ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. രാജ്മോഹൻ ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞ CPM എടുക്കുന്ന പല നിലപാടുകൾ അന്ന് സദാചാര ഗുണ്ടായിസാണ് നടത്തുന്നത്. ആ സദാചാര ഗുണ്ടായിസത്തിന് ബ്രിട്ടാസ് DYFI മാപ്പ് പറയട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വാ. കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത തീരുമാനമാണ് കോൺഗ്രസ് എടുത്ത് മുന്നോട്ട് പോകുന്നത്. അതില് ഇന്ന് കേരളത്തിലെ മുൻ KPC പ്രസിഡന്റ് ശ്രീ K മുരളീധരൻ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനത്തെ മാർഗമെന്ന് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്, അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്നെ ന്യായീകരിക്കലല്ല പാർട്ടി പ്രവർത്തകന്മാരുടെ ഉത്തരവാദിത്വം എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് സ്വർണ്ണക്കടത്തും ഉൾപ്പെടെ സ്വർണ്ണമോഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ പാർട്ടി നേതാക്കന്മാർക്ക് ഇത്തരത്തിലുള്ള ഈ കേസുമായിട്ടുള്ള മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞ വാക്കിന് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ പാർട്ടി പ്രവർത്തകന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അദ്ദേഹം തൽക്കാലം എല്ലാ സ്ഥാനത്തു നിന്നും ഒഴിഞ്ഞ് നിയമ നടപടിക്ക് വിധേയമാകണം എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലെ പ്രിയപ്പെട്ട KPC പ്രസിഡന്റിന് കത്ത് കിട്ടിയപ്പോൾ ഞങ്ങൾ പാർട്ടി കോടതിയെയോ അല്ലെങ്കിൽ അത് അത് അന്വേഷിക്കുന്ന കമ്മീഷനൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല. ഞങ്ങൾ നേരെ DGPക്കാണ് കൊടുത്തത്. അപ്പോൾ ആ കത്തിന് ആധികാരിക പോലും കോൺഗ്രസ് പാർട്ടി പരിശോധിച്ചിട്ടില്ല. നേരെ ആ മെയില് DGP കൈമാറിയ നിയമ നടപടിക്ക് വിധേയമാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് തൽക്കാലം ആരും ക്ലാസ് എടുക്കാൻ നിൽക്കണ്ട. ഞങ്ങൾക്കിത് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാട് തുടക്കം മുതൽ തന്നെ കൃത്യമായി അത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടും കടുത്ത നടപടിയുമായി മുന്നോട്ട് പോകണമെന്നാണ് പറയുന്നത്. പക്ഷേ രാഹുൽ ഈ വിഷയത്തിൽ പാർട്ടിയോട് ചില വഞ്ചന കാണിച്ചിട്ടുണ്ട്, പാർട്ടി പ്രവർത്തകന്മാരോട് വഞ്ചന കാണിച്ചിട്ടുണ്ട്. അതിവൈകാരികമായ മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള വികാരപരമായ എതിർപ്പാണ് അദ്ദേഹത്തിന് അനുകൂലമായി വരുന്നത്. പക്ഷെ അത് മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ആ തെറ്റിനെ കവചമാക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടി അദ്ദേഹം എല്ലാ സ്ഥാനത്തും മാറി നിൽക്കണം എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ളത് അതെ, അതാ പറഞ്ഞത്. എല്ലാ കാര്യത്തിലും മാറി നിൽക്കണം എന്ന് പറഞ്ഞത് എല്ലാം അതിൽ വരും. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം ബ്രിട്ടാസ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നു. രാജ്മോഹൻ ഉണ്ണിത്താനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞ CPM എടുക്കുന്ന പല നിലപാടുകൾ അന്ന് സദാചാര ഗുണ്ടായിസാണ് നടത്തുന്നത്. ആ സദാചാര ഗുണ്ടായിസത്തിന് ബ്രിട്ടാസ് DYFI മാപ്പ് പറയട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വാ. അപ്പോൾ ആ തരത്തിലേക്ക് CPM എല്ലാ കാര്യത്തിലും ഞാൻ പറയാം. ഇപ്പൊ മുകേഷിന്റെ വിഷയത്തിൽ ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തെ മാറ്റി നിർത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. FIR ഇട്ട കേസാണ്. ഇപ്പൊ സ്വർണ്ണ ഈ പറയുന്ന കളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ് അതിൽ, കോന്നിയുടെ മുൻ MLA ആണ് അതിൽ പ്രതി. അദ്ദേഹത്തെ ഈ സമയം വരെ മാറ്റി നിർത്തിയോ? ഇല്ലല്ലോ. അപ്പോൾ കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. ആ നിലപാട് ഇതിലും സ്വീകരിക്കും. അതിന് ഒരു സംശയമില്ല. അദ്ദേഹത്തിന് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം അദ്ദേഹം നിറവേറ്റണം. അദ്ദേഹം എല്ലാ സ്ഥാനത്തും മാറി നിൽക്കണം എന്ന് തന്നെയാണ് നേരത്തെ ഞാൻ Facebook പോസ്റ്റിലൂടെയും കൃത്യമായി പറഞ്ഞത്.